ചെന്നം ഭിന്നം പെയ്തിരുന്ന മഴ, ചിന്നിച്ചിതറി വന്നിരുന്ന മഴ, സ്ട്രാറ്റിഫൈഡായി വന്നിരുന്ന പരന്നൊഴുകിയിരുന്ന മഴ, സംവഹന മഴ കൂമ്പാര മഴയായി എങ്ങോട്ട് പോവുകയാണ് എന്നുള്ളതാണ് കേരളം അന്വേഷിക്കുന്ന വിഷയം. ഇടയ്ക്കിടയ്ക്ക് വന്ന് വലിയ ബഹളമുണ്ടാക്കി, ആറാട്ടിന് വരുന്നത് പോലെ വലിയ ബഹളമുണ്ടാക്കി നമുക്ക് കുറച്ച് പ്രളയവും ഉരുൾപൊട്ടലും തരും. പിന്നെ അത് കഴിഞ്ഞാൽ മഴയില്ല. ഇത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ മണ്ണിനും സസ്യസമ്പത്തിനും ജൈവ വ്യവസ്ഥയ്ക്കും മനുഷ്യർക്കും ഉൾപ്പെടെ ഇത് ഉൾക്കൊള്ളാനാവില്ല. അതിശക്തമായ മഴയും അതിശക്തമായ ചൂടും തന്നാൽ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മോഡറേറ്റ് ടെമ്പറേച്ചറും മോഡറേറ്റ് റെയിൻഫാളും അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസം വരും. ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഓണമാസം തീവ്രമായ മഴയിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. അങ്ങനെ തീവ്രമായ മഴ വരുമ്പോൾ ഓണത്തിന് പ്രളയം വരുമോ, വെള്ളപ്പൊക്കം ഉണ്ടാകുമോ എന്നൊരു സംശയം ഒരു വശത്ത് നിൽക്കുന്നു. ഇതല്ല, ആവശ്യത്തിന് മഴ കിട്ടാതെ വന്നാൽ വരൾച്ചയിലേക്ക് പോകും. ഇപ്പോൾ ജൂൺ 1 മുതൽ ഇന്നലെ വരെയുള്ള കണക്കെടുക്കുമ്പോൾ 21% മഴയാണ് കുറവുള്ളത്. അതേസമയം തന്നെ റാന്നിയിലും പെരുന്നാട്ടും ആറന്മുളയിലും പാലായിലും ഈരാറ്റുപേട്ടയിലും ആളുകൾ കരയുകയും ചെയ്തു. രണ്ടും സംഭവിച്ചു. അപ്പോൾ 21% മഴ കുറവുള്ള കേരളത്തിൽ ഒരു 50% കൂടുതൽ കുറവുള്ള വയനാട്ടിൽ വളരെ വലിയ പ്രതിസന്ധിയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് ചെറിയ കാലയളവിൽ ചെറിയ സമയം കൊണ്ട് വലിയ മഴ, മറുവശത്ത് മൊത്തം മഴയിൽ കുറവുണ്ടാകുന്നു. ഇതെങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്ത് പോവുക? മൊത്തം മഴയിൽ ഒരു 20% കുറവോ കൂടുതലോ വന്നാൽ നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ ഇത് മൊത്തം മഴയിൽ 50% അധികം കുറവ് വന്നാലും ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. 21% മഴ കുറഞ്ഞപ്പോഴും അത് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ഇനി മഴ കുറഞ്ഞെന്ന് വിചാരിക്കുക, അതൊരു വിഷയം. ഇനി കൂടിയെന്ന് വിചാരിക്കുക, അത് മറ്റൊരു വിഷയം. എങ്ങനെയാണ് കേരളത്തിലെ കാലാവസ്ഥയെ ഇനി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് യാതൊരു ധാരണയുമില്ല. എപ്പോൾ പ്രളയം വരും, ഉരുൾപൊട്ടൽ വരും, എവിടെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് യാതൊരു നിശ്ചയവും നീതിയും ഇല്ലാതെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ കേരളം പ്രളയത്തിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയും ഒക്കെ ദുരന്ത ഭൂമികയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ശക്തമായി നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അതീവ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാകും. ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് പ്രളയത്തിൻ്റെ പ്രതിസന്ധി കേരളത്തെ വലിച്ചു മുറുക്കുന്നുണ്ട്. നമ്മുടെ നദികളുടെ നീളക്കുറവ്, വീതിയിലെ കുറവ്, ചെറിയ ചെറിയ തോടുകളെല്ലാം ചേർന്നുള്ളൊരു നദീവ്യവസ്ഥ, ഇതെല്ലാം കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ. റൂം ഫോർ റിവർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേണ്ട ബഹളം, ഡച്ചിൽ ഫ്ലഡിനെ 1993-94 കാലഘട്ടത്തിൽ അവിടെ 2 ലക്ഷം 3 ലക്ഷം ആളുകളേക്കാണ് ഫ്ലഡ് വരുമ്പോൾ ഒഴിവാക്കേണ്ടി വരുന്നത്. അങ്ങനെയാണ് അവർ അവിടെ കുറേ ആ നദിയുടെ ചുറ്റും കുറച്ച് പ്രദേശം നദിക്ക് കൊടുക്കാം എന്നുള്ള കൺസെപ്റ്റിൽ അവിടെ റെഡിയാക്കി ഇട്ടത്. പക്ഷേ കേരളത്തിൽ അതൊക്കെ എത്ര കണ്ട് പ്രായോഗികമായി ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനമാണ്. വളരെ പ്രധാനമായിട്ടുള്ള ഒരു വിഷയമായി അത് മാറുമ്പോൾ നമുക്ക് എങ്ങനെയാണ് റൂം ഫോർ റിവർ പോലുള്ള പദ്ധതി നടപ്പിലാക്കുക? പ്രത്യേകിച്ച് മദ്രാസ് IIT കൊടുത്ത് പഠനം നടത്തിയപ്പോൾ റൂം ഫോർ റിവർ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി തന്നെ ആവശ്യമില്ല എന്നുള്ള നിഗമനമാണ് എത്തിയത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് കേരളത്തിൽ എന്നത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യണം. കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റമുണ്ടാകുന്നു, ഭൂപ്രകൃതിക്ക് മാറ്റമുണ്ടാകുന്നു, ഇവിടുത്തെ ഓരോ തുണ്ട് ഭൂമിക്കും വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് ഇവിടെ മണ്ണിനും വെള്ളത്തിനും വായുവിനുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റത്തെ നമ്മൾ ഗൗരവമായി കണ്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിയായിരിക്കും നമ്മെ കാത്തിരിക്കുന്നത്. അത് കേരളത്തിൻ്റെ മൊത്തം സമ്പദ്ഘടനയെ ഉൾപ്പെടെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. മൺസൂൺ എക്കോണമിയാണ് നമുക്കുള്ളത്. ആ മൺസൂൺ എക്കോണമിയെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ GDPയിൽ വലിയ മാറ്റം ഉണ്ടാകും. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷനിൽ, അതായത് ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ മഴയുണ്ടാക്കുന്ന, പ്രളയമുണ്ടാക്കുന്ന നഷ്ടം വളരെ വലുതാണ്.